കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടി ചേരുന്നു. അർജുൻ, ഇന്നലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു മഴയ്ക്കൊപ്പം. ഇന്നിപ്പോ രാവിലെ മഴയുണ്ടോ? കാറ്റിന്റെ ഒരു സ്ഥിതി എന്താണ്? റോഷ്നി, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന കക്കാട് പുഴയോരത്ത് മഴയുടെ ശക്തി അല്പം കുറവാണ്. പക്ഷേ മലയോര മേഖലയിലൊക്കെ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാറ്റാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ കണ്ണൂരിൽ പല മേഖലയിലും ഉണ്ടാക്കിയത്. ഇന്നലെ പോലും കാറ്റുകൊണ്ട് അല്ലെങ്കിൽ കാറ്റടിച്ച് മരം വീണ് ഒരു ഗൃഹനാഥൻ മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കക്കാട് പുഴയാണ്. കക്കാട് പുഴ ഇപ്പോൾ കരകവിഞ്ഞ് റോഡിലേക്കുൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. കണ്ണൂരിൽ ഈ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മേഖലയിലാകെ തന്നെ വെള്ളം കയറുന്നതാണ്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മലയോര മേഖലയിൽ പലയിടത്തും, അതായത് ആറളം മേഖലയിലാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായത്. ആറളം വനത്തിനകത്ത് ഉരുൾപൊട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു സംശയമാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ ഈ ഉരുൾപൊട്ടിയത് കൊണ്ടായിരിക്കണം ആറളം, അതുപോലെ തന്നെ കക്കുവപ്പുഴ, ബാവലിപ്പുഴയിലൊക്കെ ശക്തമായ കുത്തൊഴുപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു സംശയകരമായി തോന്നുന്നത്. അവിടെയുള്ള നാട്ടുകാരും പറയുന്നത് അത് തന്നെയാണ്. സാധാരണ രീതിയിൽ ഒരു ഇല്ലാത്ത രീതിയിലുള്ള വെള്ളം കുത്തിയൊലിച്ച് ഇവരുടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ആറളം ഫാമിലെ പുനരധിവാസ മേഖലയായിട്ടുള്ള ബ്ലോക്ക് 13, 11ലുള്ള 50-ലേറെ കുടുംബങ്ങളെയാണ് ഇന്നലെ പല സ്ഥലങ്ങളിലേക്കായി മാറ്റിയത്. തൊട്ടടുത്തുള്ള അംഗനവാടി, അതുപോലെ തന്നെ അവിടെയുള്ള ഈ പുനരധിവാസ മേഖലയിലുള്ളവരുടെ ബന്ധുക്കളുടെ വീടുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിനു പുറമെ മറ്റ് സ്ഥലങ്ങളിലും, അതായത് ഇന്നിപ്പോൾ രാവിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രകാരമാണെങ്കിൽ മാക്കൂട്ടം ചുരത്തിൽ മരം പൊട്ടി വീണ് ഏറെ നേരം ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതായത് ശക്തമായ കാറ്റിലാണ് അത്തരത്തിലുള്ള മരം പൊട്ടി വീണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മയ്യിൽ മേഖലയിലും ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കുറ്റ്യാട്ടൂർ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ള വിവരം നമുക്ക് രാവിലെ ലഭിച്ചിരുന്നു. അങ്ങനെ കണ്ണൂരിൻ്റെ പല മേഖലയിലും, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നു, ശക്തമായ കാറ്റ് വീശിയടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കക്കാട് പുഴയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. അതായത് നായകളും അതുപോലെ തന്നെ അവരൊക്കെ നിൽക്കുന്ന ഏകദേശം മുട്ടോളം വെള്ളത്തിൽ തന്നെയാണ് ആ മേഖല. അതിന് തൊട്ടടുത്ത് തന്നെ കാണുന്ന ആ വെള്ളം നിറഞ്ഞിരിക്കുന്ന പ്രദേശം കക്കാട് പുഴയാണ്. ആ പുഴയിൽ നിന്നാണ് വെള്ളം ഇപ്പോൾ ഈ റോഡിലേക്ക് വരികയും റോഡിൽ ഏകദേശം ഒരാളുടെ മുട്ടോളം ഉയരത്തിൽ, ഇവിടെ നിന്നും കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗത്തേക്ക് ഉൾപ്പെടെ ഒരു മുട്ടോളം വെള്ളമുണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ ഒരു വാഹനമൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ ശക്തമായ മഴ പെയ്യുകയാണ്. പക്ഷേ ഏറെ ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയട്ടെ റോഷ്നി, ഇപ്പോൾ കണ്ണൂർ നഗരപ്രദേശങ്ങളിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കക്കാട് പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ ശക്തമായി പെയ്യുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ മലയോര മേഖലയിൽ ഇടവിട്ടിടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് അവിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ കാറ്റും പലയിടങ്ങളിലും വീശിയടിക്കുന്നുണ്ട്. പുലർച്ചെ 2 മണിയോടുകൂടിയും 3 മണിയോടുകൂടിയുമൊക്കെയാണ് ശക്തമായ കാറ്റ് വീശിയടിച്ചിരുന്നത്. ഇങ്ങനെ ശക്തമായ മഴ, അതായത് ഈ മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ണൂർ പഴശ്ശി ജലസേചന അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഇന്നലെ രാത്രി 3 സെൻറ്റിമീറ്റർ വീതം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ അതിൻ്റെ ചില ഷട്ടറുകൾ, അതായത് ആകെ 13 ഷട്ടറുകളാണുള്ളത്, അതിൽ 4ഓളം ഷട്ടറുകൾ ഉയർത്തി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പുറമെ കൂടുതൽ ഷട്ടറുകൾ 3 സെൻറ്റിമീറ്റർ വീതം ഉയർത്തുന്ന ഒരു നിലയും ഉണ്ടായിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള നിയന്ത്രണം പൂർണ്ണമായും തന്നെ ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ജില്ലാ കളക്ടർ സൂചിപ്പിച്ചിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി, ഓക്കെ, കണ്ണൂരിലെ കാലാവസ്ഥ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അർജുൻ കല്യാട് പങ്കുവെച്ച് കഴിഞ്ഞു. അവിടെ ഇപ്പോൾ നിലവിൽ മഴ പെയ്യുന്നില്ല.